ഹലോ ഗായ്സ്, ഇപ്പോൾ കുറേ ദിവസമായ വീഡിയോസൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ വീഡിയോസിൽ പോകാം. ഡ്രാമയുടെ പേരാണ് ടുമാറോ. അങ്ങനെ നമ്മുടെ നായകനാണ് ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാകും. ഇവരുടെ കൂടെ ചേരാൻ വേണ്ടി പറയുമ്പോഴേ എനിക്കൊന്നും പറ്റില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ കോമയിൽ തന്നെയായിരിക്കും കിടക്കുന്നത്, ഒരിക്കലും നിനക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുകയാണ്. നീ നിൻ്റെ അമ്മയുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അങ്ങനെ അവനെ വീണ്ടും അമ്മയുടെ അടുത്തോട്ട് അയക്കുകയാണ്. അങ്ങനെ അവൻ്റെ അമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ. മോനെ, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ വെള്ളത്തിൽ ചാടിയത്? ജോലി കിട്ടിയിട്ട് നമുക്ക് ശ്രമിച്ചാൽ പോരായിരുന്നേ. അങ്ങനെ അവൻ്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ട് അവനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അവൻ വീണ്ടും തിരിച്ച് അവരുടെ ലോകത്തോട്ട് തന്നെ വരികയാണ്ട് പറയുകയാണ്, 6 മാസത്തേക്ക് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, എൻ്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ ഇവളാണ് ഈ കഥയിലെ നായിക കേട്ടോ. എന്നിട്ട് ഇവളുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ ആൾക്കാരെ ജീവനൊന്നും രക്ഷിക്കാത്ത, അതായത് ഇവരെന്ന് പറയുന്ന കാലന്മാരെ രൂപമാണ്. കാരണം ജനങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, അതായത് സമയം എത്താനും മരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇവിടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ട് എല്ലാം ഇവളെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പം ആൾക്കാരെല്ലാവരും, അതായത് അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പറയുകയാണ്, ഇനി എങ്ങാനും നീ നിൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നിന്നെ ഇതിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുകയാണ്. നിനക്ക് ഒരു ലാസ്റ്റ് ചാൻസ് തരാമെന്ന് അവിടുത്തെ ഹെഡ് പറയുകയാണ്. ഹെഡ് എന്ന് പറഞ്ഞാൽ ആ വെള്ള കുപ്പായമിട്ട ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന തള്ളച്ചി തന്നെയാണ്, അവളാണ് അവിടുത്തെ ഹെഡ്. അങ്ങനെ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുമ്പോൾ ശരിക്കും ഇവൾക്ക് അവൾ ഇഷ്ടമാണ്, അതായത് നമ്മുടെ ഹെഡിന് ഇവൾ ഇഷ്ടമാണ്. അങ്ങനെ അവൾ ഭയങ്കരമായിട്ട് പിണങ്ങിയിട്ട്, അതായത് ഭയങ്കര ദേഷ്യപ്പെട്ട് പുറത്തോട്ടിറങ്ങി വരികയാണ്. ഞാൻ പലപ്പോഴും എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഇവൾ അവളോട് പറയുകയാണ്, അതായത് നമ്മുടെ അവിടുത്തെ ഹെഡ് പറയുകയാണ്, ഇനി നിൻ്റെ ജോലി നീ മര്യാദ ചെയ്തിരുന്നില്ലെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം എല്ലാവരും നിനക്ക് എതിരാണ്. അപ്പോൾ നീ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയാണ്. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാമെന്ന് പറയുകയാണ് കേട്ടോ ഹെഡിനോട്. അപ്പോൾ ഹെഡ് പറയുകയാണ്, ഓക്കെ, നീ നിൻ്റെ ജോലി ചെയ്തു, അടുത്തതായിട്ട് ആരെ രക്ഷിക്കാൻ പോകുന്നതെന്ന് നീ നോക്കിയും കണ്ടൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, നമ്മുടെ ഹെഡ് പറയുകയാണ്, ആ ചെറുക്കനെ നിൻ്റെ കൂടെ കൂട്ടിക്കുക, അത് വേണ്ടെന്ന് പറയുമ്പോൾ നീ കൂട്ടണമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അടുത്തൊരാളെ രക്ഷിക്കാൻ വേണ്ടി പോകുക, അതായത് അടുത്തൊരാൾ, അതായത് സമയം എത്താണ്ട് മരിക്കുന്നവരെയാണ് ഇവർ രക്ഷിക്കുന്നത്, തൂങ്ങി മരിക്കുന്നവരെയും, അതായത് ജൈവം കൊടുത്ത ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് മരിക്കുന്നവരെയാണ് ഇവർ രക്ഷിക്കുന്നത്. അങ്ങനെ ഒരു അടുത്ത ഡെസ്റ്റിനിലോട്ട് പോവുകയാണ് രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ അവളെ കറക്റ്റായി രക്ഷിക്കാൻ പറ്റുമെന്നും കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ അവനെ കൂടെ കൂട്ടാൻ, അതായത് നമ്മുടെ നായകനെ കൂടെ കൂട്ടാൻ വേണ്ടി ഒരു താല്പര്യമില്ല ഇവൾക്ക്. പക്ഷേ നമ്മുടെ ബോസിൻ്റെ, അതായത് നമ്മുടെ അവിടുത്തെ ഹെഡിൻ്റെ താല്പര്യപ്രകാരമാണ് അവനെയും ഇവരുടെ ഒപ്പം കൂട്ടുന്നത് കേട്ടോ. അങ്ങനെ വലിയൊരു ജനാവലിയാണ് കാണുന്നത്. ഒരു ഫേമസ് ആയിട്ട് ഒരാൾ പുറത്തിറങ്ങി പോകുമ്പോൾ എല്ലാവരും അവൻ്റെ പുറകെ പോവുകയാണ്. അങ്ങനെ ഒരുത്തി ഇപ്പോൾ 80% മരണത്തിൻ്റെ ഉള്ളിൽ കീഴടങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വണ്ടി അവിടെ നിയന്ത്രണം വിട്ട് വരികയാണ്. കാരണം വണ്ടി പിടിച്ചിട്ട് കിട്ടാണ്ട് ഇങ്ങനെ തെന്നി വണ്ടി വീഴുകയാണ്. ഒരു കുട്ടി അവിടെ നിന്ന്, അതായത് ആ മരിക്കാൻ പോണ പെൺകുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് ബുക്കൊക്കെ എടുത്ത് മാറ്റുമ്പോഴും അവനെ രക്ഷിക്കാൻ വേണ്ടി അവളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നായകൻ ഓടി ചെല്ലുമ്പോൾ ആ ഫ്രീസ് ആക്കുകയാണ്. അന്നേരം നേരെ നമ്മുടെ അതായത് മറ്റേ നമ്മുടെ ഹെഡിൻ്റെ, അതായത് ജീവനൊക്കെ രക്ഷിക്കുന്ന ആ പെൺകുട്ടി നേരെ ചെന്നിട്ട് അവൾ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. ആ വണ്ടി അവൾക്ക് നേരെയാണ് വന്നിരുന്നത്. ആ വണ്ടിയുടെ ചലനം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചതിന് ശേഷം അവളെ രക്ഷിക്കുകയാണ് കേട്ടോ. കാരണം വണ്ടി അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം അവൾ വീണ്ടും കൈ ഇങ്ങനെ നൊടിച്ച് കഴിയുമ്പോൾ വീണ്ടും ലൈവിലോട്ട് വരികയാണ്. അങ്ങനെ അവൾ രക്ഷപ്പെട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവളുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നായകനും വളരെയധികം സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ നായകന് മനസ്സിലാവുകയാണ് ഇവരെ അത്ര കുഴപ്പമൊന്നും പിടിച്ച ആളൊന്നും അല്ലാന്ന്. അടുത്തതായിട്ട് രക്ഷിക്കാൻ പോണ ഒരു ജീവനാണ് രക്ഷിക്കാൻ പോകുന്നത്. പക്ഷേ അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റും പിടിച്ച ഒരു ഇതാണ് കേട്ടോ. അതായത് അതിന് രക്ഷിക്കുന്നതിന് മുമ്പ്, അതായത് എന്തിനാണ് ആ കുട്ടി മരിക്കാൻ പോകുന്നത് നമ്മൾ അറിയണം. ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമാണ് എന്തിനാണ് മരിക്കാൻ പോകുന്നത് എല്ലാ കാര്യം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവനും പറയുക, ഞാനും ഭാവിയിലോട്ട് വരാം. അതായത് ഇവർക്ക് ഭാവിയിലോട്ടും പഴയ കാലത്തിലോട്ടും പോകാനുള്ള കഴിവ് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പഴയ കാലത്തിലോട്ട് പോയിട്ട് വേണം ഭാവിയിലോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ പഴയ കാലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഈ കുട്ടീനെ എല്ലാവരും കളിയാക്കുകയാണ്. അതായത് ഈ കുട്ടിയാണ് ഇപ്പോൾ മരിക്കാൻ പോകുന്നത് കേട്ടോ. മരിക്കാനല്ല, എന്തോ ഒരു കുഴപ്പം പറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അടുത്തായിട്ട് ഇവരുടെ തീരുമാനം കേട്ടോ. അങ്ങനെ എല്ലാവരും അതായത് അവളെ ചീത്ത പറയുകയാണ്. അവളെ ഒരുമാതിരി കുത്തുവാക്കുമല്ല, ഓഫീസിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും എല്ലാവരും അവളിങ്ങനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേഷനും ഭയങ്കര വിഷമവും എല്ലാം കൂടി വരികയാണ് കേട്ടോ. നമുക്കായാലും വന്നാൽ വേറൊരു വഴിയുമില്ല. അതേപോലെ തന്നെ അവളും ചിന്തിക്കുകയാണ്. പക്ഷേ മരണത്തിന് വിട്ടുകൊടുക്കാണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത്. ആൾക്കാരല്ല, നമ്മുടെ മരണത്തിനെ രക്ഷിക്കുന്ന കാലന്മാർ, ശരിക്കും കാലന്മാർ മരണത്തിനെ പിടിച്ച് വെക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മുടെ നായകനും ഇവളുടെ ഒപ്പം അതായത് ആ മരിക്കാൻ പോണ കുട്ടിയുടെ
പഴയ കാലത്തോട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ അത് ഭയങ്കര അപകടം പിടിച്ച പരിപാടിയാണ്, നീ എൻ്റെ ഒപ്പം വരണോ, നീ ശരിക്കും തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായകൻ പറയുക ഷുവർ, ഞാൻ ഉറപ്പായിട്ടും തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, എനിക്കും അങ്ങോട്ട് വരണമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നായകനും ഇവളും കൂടിയാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഇടയിൽ നടക്കാൻ പോകുന്നത്, എന്തായിരിക്കും അതിൻ്റെ മെയിൻ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു കീ വെച്ചാണ് നമ്മൾ അവളുടെ പഴയ കാലത്തോട് പോകുന്നത്. അവൾ പഴയ കാലത്തിൽ അനുഭവിച്ച എല്ലാ കാര്യവും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. പക്ഷേ വളരെയധികം കുറച്ച് നേരം മാത്രം അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. കുറേ നേരം നിന്നാൽ നമ്മുടെ ജീവൻ തന്നെ ആപത്താണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ പുറകത്ത് തന്നെ നീ വരണം, അല്ലെങ്കിൽ നീ അതിൻ്റെ അകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ടും മരണം സംഭവിക്കുമെന്ന് ഇവൾ പറയുകയാണ് കേട്ടോ. പക്ഷെ വേറെ ഒന്നിനും തൊടാനും പാടില്ല, ഒന്നിനും പിടിക്കാനും ഒന്നും പാടില്ല എന്നൊക്കെ കറക്റ്റ് എല്ലാ ഇൻസ്ട്രക്ഷനും കൊടുത്തന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ അവർ നേരെ നമ്മുടെ ആ മരിക്കാൻ പോകുന്ന ആ കുട്ടിയുടെ പഴയ കാലത്തിലോട്ട് പോവുകയാണ്. അവൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവളെല്ലാവരും കളിയാക്കി ബോർഡിൽ കുറേ വാചകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അവൾ അതൊക്കെ മായ്ക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത്. അവൾ വളരെയധികം കരഞ്ഞുകൊണ്ട്, കാരണം അവളെല്ലാവരും കളിയാക്കിയത് നമ്മളിപ്പോൾ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മളെ കളിയാക്കി ബോർഡിൽ എന്തെങ്കിലും വാചകങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് സഹിക്കില്ലല്ലോ. അത് തന്നെയാണ് ഇവൾക്കും അനുഭവപ്പെടുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മാത്രമാണ് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ട് അവിടെ അപ്പം തന്നെ ആ അത് ക്ലാഷ് ആയിക്കൊണ്ട് അത് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോയില്ലെങ്കിൽ ഇവർ ആകെ ഒരു ടൈം ലൂപ്പിൽ പെട്ടിട്ടാണ് ഇപ്പോൾ കേട്ടോ, അല്ലെങ്കിൽ അവിടെ തന്നെ പെട്ടുപോകും. അങ്ങനെ അവൾ പറയുകയാണ് വേഗം വാടാ, ഈ വഴി തന്നെയാണെന്ന് പറഞ്ഞാൽ താക്കോൽ തുറക്കുകയാണ്. അങ്ങനെ ആ താക്കോൽ നേരെ തുറന്ന് അവളുടെ വേറൊരു ഇതിലോട്ട് ചെല്ലുകയാണ്. നേരെ അവളുടെ റൂമിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോഴും അവൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾക്ക് എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ, വേറെ എന്തൊക്കെ ആലോചിച്ച് അവളവിടെ കരഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഇതിലും കുറേ നേരം അവർക്ക് നിൽക്കാൻ പറ്റില്ല, ഒന്നുമേ തൊടാനും പാടില്ല. അങ്ങനെ അവർക്ക് അവിടെയും കുറച്ച് നേരം മാത്രമേ നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ അതും കൊളാപ്സായി പൊട്ടിപ്പോകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് വേഗം ഓടി അവർ വേറെ അതായത് അവളുടെ വേറെ മൈൻഡ് പഴയ കാലത്തിലോട്ടുള്ള പോവുകയാണ്. ആ തുറന്ന് നേരെ പോകുന്നത് ഒരു ട്രെയിൻ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. പക്ഷെ തുറക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ അവർ ഒരു ഇടത്തിൽ തുറന്ന് ട്രെയിനിൻ്റെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ അവരും അവിടെ നിന്നും സേവ് ആയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ മാത്രം ആ മരിക്കാൻ പോകുന്ന കുട്ടി കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കുക. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവൾ കണ്ടുപിടിക്കുന്ന കാർട്ടൂൺ ആയതുകൊണ്ടാണ് അവൾ കുറച്ച് സന്തോഷത്തിലിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവൾ കുറച്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് വീണ്ടും ആ ഒരു മൈൻഡ് കൊളാപ്സ് ആവുകയാണ്. പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ച് അവർക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ അവിടെ പെട്ടെന്ന് പെട്ടുപോകും. അങ്ങനെ പക്ഷേ താക്കോൽ താഴ്ത്തിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അവരിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ സാധിക്കുകയുള്ളൂ. രക്ഷപ്പെട്ടില്ലെങ്കിൽ അവർ അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും ആക്റ്റീവായിരിക്കും. അപ്പം നാളെ കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ.